മീഡിയടെക്കിന്റെ ഡൈമെൻസിറ്റി 9500 ചിപ്സെറ്റ് വിവോ X300 സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒറിജിൻ OS 6 പ്രീ ലോഡഡ് ആയ ഈ ഫോണുകളിൽ 5 വർഷത്തെ OS അപ്ഡേറ്റുകളുടെ ദൈർഘ്യമേറിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നയവുമുണ്ട്. ഫോട്ടോഗ്രാഫി പ്രേമികൾക്കായി ഒരു ടെലിഫോട്ടോ എക്സ്റ്റെൻഡർ കിറ്റ് പ്രത്യേകം വാഗ്ദാനം ചെയ്യുന്നു. വിവോ അതിന്റെ ഫ്ലാഗ്ഷിപ്പ് X300 Pro സ്മാർട്ട്ഫോണുകൾ ഇന്ത്യയിൽ പുറത്തിറക്കി. ചൈനയിൽ മാത്രമുള്ള മുൻ ഒറിജിൻ OS സോഫ്റ്റ്വെയർ സ്കിൻ ആദ്യമായി രാജ്യത്തേക്ക് കൊണ്ടുവന്നു. കഴിഞ്ഞ മാസം ചൈനയിൽ ഫോണുകൾ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ വകഭേദങ്ങൾ സ്പെക് ഷീറ്റ് നിലനിർത്തി. ആക്സസറികളും ദൈർഘ്യമേറിയ സോഫ്റ്റ്വെയർ പിന്തുണയും പിന്തുണയ്ക്കുന്ന ക്യാമറ ഫസ്റ്റ് ഫ്ലാഗ്ഷിപ്പുകളായി വിവോ X300 സീരീസിനെ സ്ഥാപിക്കുന്നു. X200 ലൈനപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ X300 നിരവധി അർത്ഥവത്തായ അപ്ഗ്രേഡുകൾ കൊണ്ടുവരുന്നു. കൂടുതൽ കാര്യക്ഷമമായ ഡൈമെൻസിറ്റി 9500 ചിപ്പ്, പുതിയ ക്യാമറ സെൻസറുകൾ, 30 വാട്ടിൽ നിന്ന് വേഗതയേറിയ 40 വാട്ട് വയർലെസ് ചാർജിംഗ്, ഫണ്ടച്ച് OSന് പകരമായി ഒറിജിൻ OS. ഈ വർഷം ടെലിഫോട്ടോ സിസ്റ്റങ്ങൾ കൂടുതൽ അഭിലഷണീയമാണ്. കൂടാതെ വിവോ ഒരു സീസ് 2.35x ടെലിഫോട്ടോ എക്സ്റ്റെൻഡർ കിറ്റും വാഗ്ദാനം ചെയ്യുന്നു. 300ന്റെ ഇന്ത്യയിലെ വില 12 GB 256 GB 75,999 രൂപയിലും 12 GB 512 GB-ന് 81,999 രൂപയിലും 16 GB 512 GB-ന് 85,999 രൂപയിലും ആരംഭിക്കുന്നു. 16 GB 512 GB ഉള്ള 300 Pro വേരിയന്റിന് 1,09,999 രൂപ വിലയുണ്ട്. പ്രീ ബുക്കിംഗ് ഇന്ന് ആരംഭിക്കുകയും ഡിസംബർ 10-ന് വിൽപ്പന ആരംഭിക്കുകയും ചെയ്യുന്നു. ഈ വിലകൾക്ക് പുറമെ വിവോ 10% ബാങ്ക് കിഴിവും വാഗ്ദാനം ചെയ്യുന്നു. രണ്ട് മോഡലുകൾക്കും 18,999 രൂപയ്ക്ക് ടെലികൺവെർട്ടർ കിറ്റ് വെവ്വേറെ ലഭ്യമാണ്. X300 എലൈറ്റ് ബ്ലാക്ക്, മിസ്റ്റ് ബ്ലൂ, സമ്മിറ്റ് റെഡ് ഓപ്ഷനുകളിൽ ലഭ്യമാണ്. അതേസമയം X300 Pro ഡ്യൂൺ ഗോൾഡ്, എലൈറ്റ് ബ്ലാക്ക് ഫിനിഷുകളിൽ വരുന്നു. X300 സീരീസിന്റെ രൂപകൽപ്പന പരിചിതമായി തോന്നുന്നു, പക്ഷേ കൂടുതൽ മിനുസപ്പെടുത്തിയിരിക്കുന്നു. വിവോ പിന്നിൽ വൃത്താകൃതിയിലുള്ള ക്യാമറ റിംഗ് നിലനിർത്തുന്നു, പക്ഷേ സുഗമമായ അരികുകൾ, മെലിഞ്ഞ ബെസലുകൾ, ഗ്രിപ്പിനെ സഹായിക്കാൻ ഉദ്ദേശിച്ചുള്ള മാറ്റ് ഫിനിഷ് എന്നിവ ഉപയോഗിച്ച് മൊത്തത്തിലുള്ള ആകൃതി മൃദുവാക്കുന്നു. സാധാരണ X300 ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ X200 Pro മിനിക്ക് സമാനമായി ഒരു ചെറിയ 6.31 ഇഞ്ച് LTPO AMOLED ഡിസ്പ്ലേയാണ് ഉപയോഗിക്കുന്നത്. ഇത് X300നെ അതിന്റെ കോമ്പാക്റ്റ് ഫ്ലാഗ്ഷിപ്പാക്കി മാറ്റുന്ന വിവോ ഇത്തവണ ഒരു മിനി മോഡൽ പുറത്തിറക്കിയേക്കില്ല എന്ന സൂചന നൽകുന്നു. X200 Proയുടെ പാനൽ പോലെ 6.78 ഇഞ്ച് ഡിസ്പ്ലേയുമായി X300 Pro വലുതായി പോകുന്നു. രണ്ട് സ്ക്രീനുകളും 120 Hz അഡാപ്റ്റീവ് പുതുക്കലിനെ പിന്തുണയ്ക്കുന്നു. കൂടാതെ X200 സീരീസിൽ ഉപയോഗിക്കുന്ന ഓപ്റ്റിക്കൽ സ്കാനറുകളേക്കാൾ വ്യക്തമായ പുരോഗതിയോടെ വിവോ ഒരു അൾട്രാസോണിക് ഇൻ ഡിസ്പ്ലേ ഫിംഗർപ്രിന്റ് സെൻസറിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു. എല്ലായ്പ്പോഴും എന്ന പോലെ വിവോ ഏറ്റവും കൂടുതൽ ഊർജ്ജം നൽകുന്നത് അതിന്റെ സീസ് ക്യാമറ സിസ്റ്റമാണ്. X300-ൽ 200 MP സാംസങ് HPB മെയിൻ സെൻസറും 50 MP ടെലിഫോട്ടോയും 50 MP അൾട്രാവൈഡുമുണ്ട്. X300 Proയിൽ കാര്യങ്ങൾ മാറിമറിയുന്നു. ടെലിഫോട്ടോ വർക്കിനായി 200 MP സെൻസർ ഉപയോഗിക്കുന്നു. പ്രധാന ക്യാമറ ചുമതലകൾക്കായി 50 MP സോണി ലീഡ് 828-നെ ആശ്രയിക്കുന്നു. രണ്ട് ഫോണുകളും 50 MP JN1 ഫ്രണ്ട് ക്യാമറ പങ്കിടുന്നു. ഹെവി കമ്പ്യൂട്ടേഷണൽ ഫോട്ടോഗ്രാഫിയുടെ പിന്തുണയുള്ള ശക്തമായ ഇമേജിംഗിനും പ്രോയുടെ പിന്നിൽ വേഴ്സസ്+ ഇമേജിംഗ് ചിപ്പുകളുടെ രൂപത്തിൽ അധിക ഹാർഡ്വെയറിന്റെ സാന്നിധ്യത്തിനും വേണ്ടിയാണ് ഈ X സീരീസ് ലൈൻ പരമ്പരാഗതമായി നിർമ്മിച്ചിരിക്കുന്നത്. 3 പിൻ ക്യാമറകളിലൂടെയും 4K 120 FPS ഡോൾബി വിഷൻ വീഡിയോ ക്യാപ്ചർ, കൂടുതൽ മോഡുകളിൽ 200 MP ഔട്ട്പുട്ടിനുള്ള പിന്തുണ, പുതിയ വീഡിയോ ശൈലികൾ എന്നിവയാണ് മറ്റ് സോഫ്റ്റ്വെയർ കൂട്ടിച്ചേർക്കലുകൾ. ഉള്ളിൽ വിവോ X300ഉം X300 Proയും ക്വാൽക്കമ്മിന്റെ സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റ് Gen 5നെ നേരിടാൻ രൂപകൽപ്പന ചെയ്ത മീഡിയടെക് ഡിമെൻസിറ്റി 9500 ചിപ്സെറ്റിലാണ് പ്രവർത്തിക്കുന്നത്. ഈ വർഷത്തെ ഏറ്റവും അർത്ഥവത്തായ അപ്ഗ്രേഡ് ഹാർഡ്വെയറിൽ നിന്നല്ല, സോഫ്റ്റ്വെയറിൽ നിന്നായിരിക്കാം. ഫണ്ടച്ച് OSന് പകരമായി X300 സീരീസ് ആഗോളതലത്തിൽ ഒറിജിൻ OS 6 അവതരിപ്പിക്കുന്നു. വിവോ ഉപയോക്താക്കൾക്ക് ഇതൊരു വലിയ മാറ്റമാണ്.
ഒറിജിൻ OSന് കൂടുതൽ വൃത്തിയുള്ള രൂപവും കുറച്ച് ആനിമേഷനുകളും സുഗമമായ സംക്രമണങ്ങളുമുണ്ട്. ആഗോള വാങ്ങുന്നവർ വളരെക്കാലമായി ആഗ്രഹിച്ചിരുന്ന ഒന്ന്. 5 വർഷത്തെ OS അപ്ഡേറ്റുകളിലേക്കും 7 വർഷത്തെ സുരക്ഷാ പാച്ചുകളിലേക്കും സാംസങ്, ഗൂഗിൾ പോലുള്ള പൊരുത്തപ്പെടുന്ന മുൻനിരകളിലേക്കും ചൈനീസ് OEMകളും അവരുടെ ഫ്ളാഗ്ഷിപ്പുകളിൽ അടുത്തിടെ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളതിലേക്കും വിവോ സോഫ്റ്റ്വെയർ പിന്തുണ വ്യാപിപ്പിക്കുന്നു. അതോടൊപ്പം ഹാർഡ്വെയറിന് മാത്രമല്ല, ദീർഘകാല വിശ്വാസ്യതയ്ക്കും വിവോ ഗൗരവമായി എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ സൂചനയാണ് X300 സീരീസ്, ഓപ്പോ ഫൈൻഡ് X9 സീരീസ്, OnePlus 15, iQ15, റിയൽമി GT8 Pro എന്നിവയുമായി മത്സരിക്കും. X300 സീരീസിന്റെ അതേ മീഡിയടെക് ചിപ്പ് ഉപയോഗിക്കുന്ന ഓപ്പോ ഫൈൻഡ് X9 സീരീസ് കളർ സയൻസിനായി അതിന്റെ ഹാസൽബ്ലാഡ് പങ്കാളിത്തത്തെ വളരെയധികം ആശ്രയിക്കുന്നു. സാംസങ്ങിന്റെ HPB സെൻസർ ഉപയോഗിക്കാനുള്ള വിവോയുടെ തീരുമാനം സൂചിപ്പിക്കുന്നത് സ്വാഭാവിക നിറങ്ങൾ പിന്തുടരുന്നതിനു പുറമെ കൂടുതൽ മൂർച്ചയുള്ള ടെലിഫോട്ടോ ഫലങ്ങളും കുറഞ്ഞ വെളിച്ചത്തിലും മികച്ച ഔട്ട്പുട്ടും ബ്രാൻഡ് ലക്ഷ്യമിടുന്നു എന്നാണ്. ഇന്ത്യയിലും ചൈനയിലും 6040 mAh ബാറ്ററിയുള്ള X300ഉം 90 വാട്ട് വയർഡ് 40 വാട്ട് വയർലെസ് ചാർജിംഗുള്ള 6510 mAh യൂണിറ്റുള്ള X300 Proയും വിവോ പുറത്തിറക്കുന്നു. എന്നിരുന്നാലും ആഗോളതലത്തിൽ സർട്ടിഫിക്കേഷൻ വെല്ലുവിളികൾ കാരണം ഇവ 5360 mAhഉം 5440 mAhഉമായി കുറഞ്ഞു. പക്ഷേ ഇന്ത്യൻ വേരിയന്റുകൾക്ക് വലിയ ബാറ്ററികൾ ലഭിക്കുന്നു. എന്നിരുന്നാലും ഫൈൻഡ് X9 സീരീസ് 7000 mAh കടന്നതോടെ ഓപ്പോ ഈ വർഷം ബാറ്ററി സാങ്കേതികവിദ്യ കൂടുതൽ ശക്തമാക്കി. OnePlus 15, റിയൽമി GT8 Pro, iQ15 എന്നിവയിലും OnePlus, റിയൽമി, iQ എന്നിവ ഇതുതന്നെ ചെയ്തു. താരതമ്യപ്പെടുത്തുമ്പോൾ സഹിഷ്ണുതയിൽ വിവോ അല്പം പിന്നിലാണ്, കുറഞ്ഞത് കടലാസിലെങ്കിലും. ക്യാമറ ഹാർഡ്വെയറിനും ഫോട്ടോഗ്രാഫി ഉപകരണങ്ങൾക്കും ഏറ്റവും പ്രാധാന്യം നൽകുന്ന X300 സീരീസ് വാങ്ങുന്നവരുടെ തിരഞ്ഞെടുപ്പാണ് X300 Pro. ശക്തമായ പ്രകടനവും ഇമേജിംഗും ഉള്ളതിനാൽ X300 ഒതുക്കമുള്ള വഴി സ്വീകരിച്ചിരിക്കുന്നു. എതിരാളികളുമായി മത്സരിക്കുമ്പോൾ ഡിസൈൻ, സോഫ്റ്റ്വെയർ അനുഭവം, ഗുണനിലവാരമുള്ള ക്യാമറകൾ എന്നിവ സന്തുലിതമാക്കാൻ ആഗ്രഹിക്കുന്ന ഉപയോക്താക്കൾക്ക് വിവോ X300 ലൈൻ നന്നായി യോജിക്കുന്നതായി തോന്നുന്നു.